അൽ വഹദത്തു സാലിസ. ഇന്നഹ തസ്നഉ താരീഖ, അവൾ ചരിത്രം സൃഷ്ടിക്കുകയാണ്. ഇതാണ് 10ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റിൻ്റെ പേര്. ഇതിലൊരു പെൺകുട്ടിയുടെ കഥയാണ്. ഈ കുട്ടിയുടെ പേര് ശാന്ത. ഇവൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു വിദ്യാർത്ഥിനിയാണ്. ക്ലാസ് റൂമാണ് നമ്മുടെ കഥയുടെ രംഗം. തുഫ്ലത്തുൻ കൽ ഫറാശത്തി, പൂമ്പാറ്റയെ പോലൊരു പെൺകുട്ടി. ഇതാണ് കഥയുടെ പേര്. ഹൽ നസ്തതിഉ അൻ നതുയറ മിസ്ല തുയൂർ, നമുക്ക് പക്ഷികളെ പോലെ പറക്കാൻ കഴിയുമോ? ഹൽ നസ്തതിഉ, നമുക്ക് കഴിയുമോ? അൻ നതുയറ, പറക്കാൻ മിസ്ല തുയൂർ, പക്ഷികളെ പോലെ. ഇത് ശാന്ത എന്ന കുട്ടി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സയൻസ് ടീച്ചറോട് ചോദിച്ച ചോദ്യമാണ്. ഈ ചോദ്യം കേട്ടപ്പോൾ തഅജ്ജബത്തിൽ മുഅല്ലിമത്തു, ആ അധ്യാപിക അത്ഭുതപ്പെട്ടു. വസഅലത്, എന്നിട്ട് അവർ ചോദിച്ചു, ഇല ഐന യാ ശാന്ത, എങ്ങോട്ടേക്കാണ് പറക്കേണ്ടത് ശാന്ത? ശാന്ത പറയുകയാണ്, ഇലൽ ഖമരി വൻ നുജൂം, ചന്ദ്രനിലേക്കും നക്ഷത്രങ്ങളിലേക്കും. അജാബത്ത് ശാന്ത ബിസുർഅത്തിൻ, ശാന്ത പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു. വനളറത് ഐനാഹ ബിൽ ആമാൽ, അവളുടെ കണ്ണുകൾ പ്രതീക്ഷ കൊണ്ട് തിളങ്ങി. നളറ, തിളങ്ങി. ല ആണെങ്കിൽ നോക്കി, ലോദാണെങ്കിൽ തിളങ്ങി. ലഹിക്കൽ അത്ഫാലു ഫി സഫി, ക്ലാസ്സിലെ കുട്ടികളൊക്കെ ചിരിച്ചു ഇവളുടെ ചോദ്യം കേട്ടപ്പോൾ. ലാക്കിൻ ഇബ്തസമത്തിൽ മുഅല്ലിമത്ത് വഖാലത്ത്, പക്ഷേ നമ്മുടെ അധ്യാപിക പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശാന്ത ഹാദാ സുആലുൻ ജയ്യിദുൻ, ഇതൊരു വളരെ നല്ലൊരു ചോദ്യമാണിത്. നീ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അൽ ഹഖീഖത്തു, യാഥാർത്ഥ്യം, അന്നനാ ലാ നസ്തതിഉ അൻ നതിറ മിസ്ല തുയൂർ, നമുക്ക് പക്ഷികളെ പോലെ പറക്കാൻ കഴിയുകയില്ല എന്നതാണ്. ലാക്കിനന, എന്നാൽ നമ്മൾ, നസ്തതിഉ, നമുക്ക് കഴിയും, അൻ നസുല ഇലൽ ഖമരി, ചന്ദ്രനിൽ എത്താൻ, ബിമുസാഅദത്തിൽ മർക്കബാത്തിൽ ഫളാഇയ, ബഹിരാകാശ വാഹനങ്ങളുടെ സഹായത്തോടെ. ബിമുസാഅദത്തി, സഹായത്തോടെ. അൽ മർക്കബാത്തിൽ ഫളാഇയ, ബഹിരാകാശ വാഹനങ്ങളുടെ. അങ്ങനെ നമുക്ക് അവിടെ എത്താൻ കഴിയും എന്ന് മറുപടി കൊടുത്തു. അസ്അല ഹാദൽ കലാമു ശറാറത്തൽ ഹുൽമി ഫി ഖൽബി ശാന്ത, ഈ വാചകം ശാന്തയുടെ മനസ്സിൽ സ്വപ്നത്തിന്റെ തീപ്പൊരി കത്തിച്ചു. അസ്അല, കത്തിച്ചു. ഹാദൽ കലാമു, ഈ വാചകം, അതായത് അധ്യാപിക പറഞ്ഞ ഈ സംസാരം, ഈ വാക്ക് കത്തിച്ചു. ഷറാറത്ത, ഒരു തീപ്പൊരി കത്തിച്ചു. എന്തിന്റെ തീപ്പൊരി? അൽ ഹുൽമി, സ്വപ്നത്തിന്റെ. ഫി ഖൽബി ശാന്ത, ശാന്തയുടെ മനസ്സിൽ. ശാന്തയുടെ മനസ്സിൽ സ്വപ്നങ്ങൾ മുട്ടിട്ടു. കാരണം എന്താ? അവളുടെ ആഗ്രഹമായിരുന്നു പറന്നു പോകൽ. എവിടേക്ക്? ചന്ദ്രനിലേക്കും ബഹിരാകാശത്തേക്കുമൊക്കെ. അത് കഴിയുമോ എന്നാലോചിച്ച് ഇരിക്കുകയാണല്ലേ. അപ്പോഴാണ് അധ്യാപിക എന്ത് പറഞ്ഞത്? നമുക്ക് പക്ഷികളെ പോലെ പറക്കാൻ കഴിയില്ലെങ്കിലും ബഹിരാകാശ വാഹനങ്ങളിൽ കയറി അവിടെയൊക്കെ പോകാൻ കഴിയും എന്ന് പറഞ്ഞത്. അപ്പോൾ മുതൽ ശാന്തയുടെ മനസ്സിൽ അങ്ങനെ ഒരു യാത്ര നടത്തണം, ബഹിരാകാശത്തേക്ക് പോകണം എന്നുള്ളൊരു ചിന്ത, എന്നുള്ളൊരു സ്വപ്നം അവളുടെ മനസ്സിലുണ്ടായി. മുൻപ് ദാലിക്കൽ യൗമി അഖദത് തഹ്ലുമു ത്വയറാന ഇലൽ ഖമരി ദായിമൻ, ആ ദിവസം മുതൽ ശാന്ത എപ്പോഴും ചന്ദ്രനിലേക്ക് പറക്കുന്നത് സ്വപ്നം കാണാൻ തുടങ്ങി. മുൻപ് ദാലിക്കൽ യൗമി, ആ ദിവസം മുതൽ, അഖദത് തഹ്ലുമു, അവൾ സ്വപ്നം കാണാൻ തുടങ്ങി. അത്വയറാന, പറക്കൽ, ഇലൽ ഖമരി ദായിമൻ, എപ്പോഴും ചന്ദ്രനിലേക്ക് പറക്കൽ, ചന്ദ്രനിലേക്ക് പറക്കുന്നത് സ്വപ്നം കാണാൻ തുടങ്ങി. ബദഅത്ത് തഖറഉ അനിൽ ഫളാഇ, അവൾ ബഹിരാകാശത്തെക്കുറിച്ച് വായിക്കാൻ തുടങ്ങി. വൻ നുജൂമി, നക്ഷത്രങ്ങളെക്കുറിച്ചും, വൽ ഫളാഇയീന, ഏലിയൻസിനെ കുറിച്ചും, അന്യഗ്രഹ ജീവികളെ കുറിച്ചുമൊക്കെ വായിക്കാൻ തുടങ്ങി. കബ്റത്ത് ശാന്ത, ശാന്ത വളർന്നു. വമഅഹ അഹ്ലാമുഹ, അവളോടൊപ്പം അവളുടെ സ്വപ്നങ്ങളും വളർന്നു. ദറസത്ത് ബിജിദ്ദിൻ വജിത്തിഹാദിൻ, അവൾ കഠിനമായി പഠിച്ചു, കഠിനാധ്വാനത്തോടെ പഠിച്ചു. വറക്കസത്ത് അലൽ മവാദിൽ എൽമിയ, സയൻസ് വിഷയങ്ങളിൽ അവൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. റക്കസ, കോൺസെൻട്രേറ്റ് ചെയ്തു, ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഏത് വിഷയങ്ങളിൽ? അൽ എൽമിയ, സയൻസ് വിഷയങ്ങളിൽ. കാനത്ത് തഖ്ലി സആത്തിൻ ത്വവീലത്തൻ, അവൾ ദീർഘമായ സമയം ചെലവഴിച്ചിരുന്നു. ഫിൽ മക്തബാത്തി, ലൈബ്രറികളിൽ. വ അക്കബത്ത് വജഹഹ, അവളുടെ മുഖം പൂഴ്ത്തി. അക്കബ മീൻസ് മുഖം കുത്തി നിൽക്കുക, മുഖം പൂഴ്ത്തി വെക്കുക. എവിടെ? അലൽ കുത്തുബി, അലാ കുത്തുബിൽ ഉലൂമി, സയൻസ് പുസ്തകങ്ങളിൽ. അലാ കുത്തുബിൽ ഉലൂമിൽ ഫളാഇയ, സയൻസ്, സ്പേസ്, ബഹിരാകാശ പുസ്തകങ്ങളിൽ. ആ പുസ്തകങ്ങളൊക്കെ അവൾ അങ്ങേയറ്റം ശ്രദ്ധയോടെ വായിച്ചു. ഹൈനമ തദറുസു ഫി ജാമിഅത്തുൽ ഉലൂമി, അവൾ സയൻസ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത്,
അതായത് അങ്ങനെ അവൾ പഠിച്ച് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തു സയൻസ് വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി. അലിമത്ത് അവൾ അറിഞ്ഞു അൻ ബർനാമജി തദ്രീബി ഒരു പരിശീലന പരിപാടിയെക്കുറിച്ച് അറിഞ്ഞു. ലി റുവാദുൽ ഫലാ ബഹിരാകാശ യാത്രികർക്ക് വേണ്ടിയുള്ള. റുവാദുൽ ഫലാ ബഹിരാകാശ യാത്രികർ, അതിൻ്റെ മുഫ്രദ് റായിദുൽ ഫലാ ബഹിരാകാശ യാത്രികൻ. അപ്പോൾ ബഹിരാകാശ യാത്രികർക്ക് വേണ്ടി ഒരു പരിശീലനം നൽകുന്നുണ്ട്, ഒരു പരിശീലന പരിപാടി നടത്തപ്പെടുന്നുണ്ട് എന്ന് ശാന്ത അറിഞ്ഞു. ഖദ്ദമത്ത് ത്വലബൻ ലിൽ ഇൽത്തിഹാഖി ബിഹി അതിൽ ജോയിൻ ചെയ്യാൻ അവൾ ഒരു അപേക്ഷ സമർപ്പിച്ചു. ഖദ്ദമത്ത് ത്വലബൻ അവൾ അപേക്ഷ സമർപ്പിച്ചു ലിൽ ഇൽത്തിഹാഖി ജോയിൻ ചെയ്യാൻ ബിഹി ആ പ്രോഗ്രാമിൽ. കാലത്തിൽ മുനാഫസത്തു ശദീദത്തൻ മത്സരം ശക്തമായിരുന്നു. ആ പരിപാടിയിൽ പ്രോഗ്രാമിൽ അവസരം കിട്ടാനുള്ള മത്സരം ശക്തമായിരുന്നു. ഒരുപാട് പേര് പാർട്ടിസിപ്പൻസ് ബൽ തഗല്ലബത്ത് അല ജമീഇ തഹദ്ദിയാത്തി എന്നാൽ എല്ലാ വെല്ലുവിളികളെയും അവൾ അതിജയിച്ചു. വനജഹത്ത് ഫി കുല്ലിൽ ഇഖ്തിബാറാത്തി വതദ്രീബാത്തി എല്ലാ പരിശീലനങ്ങളിലും എല്ലാ പരീക്ഷകളിലും അവർ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ വസ്വാറത്ത് മുഖ്താറത്തൻ ഫി ഫരീഖി റുവാദിൽ ഫലായി ബഹിരാകാശ യാത്രികരുടെ ടീമിൽ അവൾ സെലക്ട് ചെയ്യപ്പെട്ടു. വസ്വാറത്ത് മുഖ്താറത്തൻ അവൾ സെലക്ട് ചെയ്യപ്പെട്ടു ഫി ഫരീഖി റുവാദിൽ ഫലാ ബഹിരാകാശ യാത്രികരുടെ ഫരീഖിൽ ടീമിൽ. വഫി തിൽക ലൈലത്തി ആ രാത്രി റഅത്ത് ഫി മനാമിഹ അവൾ സ്വപ്നത്തിൽ കണ്ടു കഅന്നഹ ഇർതദത്തിൽ ബിദലത്തൽ ഫലാഇയ ബഹിരാകാശ സ്യൂട്ട് സ്പേസ് സ്യൂട്ട് അവൾ ധരിച്ചിരിക്കുന്നു എന്ന്. വക്കാമത്ത് അമാമ മിർആത്തിൻ എന്നിട്ട് അവൾ ഒരു കണ്ണാടിക്ക് മുമ്പിൽ നിന്നു. ഫി ഹുജർത്തിഹ അവളുടെ റൂമിലുള്ള വക്കാലത്ത് മുബ്തസിമത്തൻ എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതായത് സ്വപ്നം കാണുകയാണ് ബഹിരാകാശ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് അവൾ നിൽക്കുന്നത്. അപ്പോൾ അവൾ എന്താണ് പറഞ്ഞത് അത് നമുക്ക് നതഖയ്യലു നമുക്ക് ഭാവനയിൽ കാണാം. അഫ്കാര ശാന്തയുടെ ചിന്തകൾ വനക്തുബു എന്നിട്ട് നമുക്ക് എഴുതാം. അതായത് ശാന്ത ആ സമയത്ത് എന്തൊക്കെയായിരിക്കും ആലോചിച്ചിട്ടുണ്ടാവുക എന്ന് ഒരു 2 വരിയിൽ എഴുതാം. അതിങ്ങനെ എഴുതാം. ബിഫളില്ലാഹി സൗഫ തതഹഖഖു ഉംനിയതി ഖരീബൻ ദൈവാനുഗ്രഹത്താൽ എൻ്റെ ഉംനിയത്ത് എൻ്റെ ആഗ്രഹം അടുത്തു തന്നെ യാഥാർത്ഥ്യമാകും. സൗഫ തതഹഖഖു യാഥാർത്ഥ്യമാകും ഉംനിയത്തി എൻ്റെ ആഗ്രഹം ഖരീബൻ അടുത്തു തന്നെ. അനദാ അതീറു ഇലൽ ഫലാ ഞാനിതാ ഫലായിലേക്ക് ബഹിരാകാശത്തേക്ക് പറക്കാൻ പോവുകയാണ്. ഉരീദു അൻ അറ അർളി മിന സമായി ഞാൻ എൻ്റെ ഭൂമിയെ ആകാശത്തിൽ നിന്നും കാണാൻ ആഗ്രഹിക്കുന്നു. സയക്കൂന് മൻലറുഹ ജമീലൻ ജിദ്ദൻ അതിൻ്റെ കാഴ്ച വളരെ മനോഹരമായിരിക്കും. സ അദുർസു അനിൽ ഫലായി ഞാൻ ബഹിരാകാശത്തെക്കുറിച്ച് പഠിക്കും. വഅസീറു ആലിമത്തൻ ഫലായിയത്തൻ ഞാനൊരു ബഹിരാകാശ സയന്റിസ്റ്റായി തീരും. ഇങ്ങനെയൊക്കെ ആയിരിക്കും ശാന്ത ചിന്തിച്ചിട്ടുണ്ടാവുക. ഇനി നുറാജി വനുജീബു നമുക്ക് പാഠഭാഗം വായിച്ച് ഉത്തരം എഴുതാം. ഇവിടെ കുറേ ചോദ്യങ്ങളുണ്ട്. ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ലിമാദ തഅജ്ജബത്തിൽ മുഅല്ലിമത്തു അധ്യാപിക എന്തുകൊണ്ടായിരുന്നു അത്ഭുതപ്പെട്ടത്? എന്തുകൊണ്ടായിരുന്നു? ഇവളുടെ ചോദ്യം കേട്ട് അല്ലേ? അപ്പോൾ ഉത്തരം തഅജ്ജബത്തിൽ മുദരിസത്തു അധ്യാപിക അത്ഭുതപ്പെട്ടു. ഇൻദമാ സമഅത്ത് സുആല ശാന്തയുടെ ചോദ്യം കേട്ടതുകൊണ്ട്. രണ്ടാമത്തെ ചോദ്യം മാദാ സഅലത്ത് ശാന്ത അൽ മുദരിസത ശാന്ത അധ്യാപികയോട് എന്താണ് ചോദിച്ചത്? സഅലത്ത് ശാന്ത അൽ മുദരിസത ശാന്ത അധ്യാപികയോട് ചോദിച്ചു ഹൽ നസ്തതിഉ അൻ നതീറ മിസ്ല തുയൂർ നമുക്ക് പക്ഷികളെ പോലെ പറക്കാൻ കഴിയുമോ എന്ന്. മാഹിയ റഗബത്ത് ശാന്തയുടെ ആഗ്രഹം എന്താണ്? റഗബത്ത് ശാന്ത അൻ തതീറ ഇലൽ ഖമരി വൻ നുജൂമി നക്ഷത്രങ്ങളിലേക്കും ചന്ദ്രനിലേക്കുമൊക്കെ പറക്കാനാണ് ശാന്തയുടെ ആഗ്രഹം. ലിമ ലഹിക്കൽ ഔലാദു കുട്ടികൾ എന്തിനാണ് ചിരിച്ചത്? ലഹിക്കൽ ഔലാദു ഇൻദമാ സമഅത് സുആല ശാന്തയുടെ ചോദ്യം കേട്ടതുകൊണ്ടാണ് കുട്ടികൾ ചിരിച്ചത്. ഹൽ നസ്തതിഉ തയറാന മിസ്ല തുയൂർ നമുക്ക് പക്ഷികളെ പോലെ പറക്കാൻ കഴിയുമോ? ലാ നസ്തതിഉ തയറാന മിസ്ല തുയൂർ നമുക്ക് പക്ഷികളെ പോലെ പറക്കാൻ കഴിയില്ല. ലാക്കിൻ പക്ഷേ നസ്തതിഉ തയറാന ബി മുസാഅദത്തിൽ മർക്കബാത്ത് വാഹനങ്ങളുടെ സഹായത്തോടെ നമുക്ക് പറക്കാൻ കഴിയും. അടുത്ത ചോദ്യം കൈഫ നഖ്ദിറു അലൽ വുസൂലി ഇലൽ ഖമരി ചന്ദ്രനിലേക്ക് നമുക്ക് എങ്ങനെ എത്താൻ കഴിയും? എങ്ങനെയാ ചന്ദ്രനിലേക്ക് നമുക്ക് എത്താൻ കഴിയുക? നഖ്ദിറു അലൽ വുസൂലി ഇലൽ ഖമരി ചന്ദ്രനിലേക്ക് നമുക്ക് എത്താൻ കഴിയും ബി മുസാഅദത്തിൽ മർക്കബാത്തിൽ ഫലാഇയ ബഹിരാകാശ വാഹനങ്ങളുടെ സഹായത്തോടെ.
മൽ കുത്തുബുല്ലത്തി ഖറാഅത്ത് ശാന്ത കസീറത്തൻ, ശാന്ത ധാരാളമായി വായിച്ച പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? ഖറാഅത്ത് ശാന്ത അൽ കുത്തുബ അനിൽ ഫളാഇ വൻ നുജൂമി വൽ ഫളാഇയീൻ, ശാന്ത ഏലിയൻസിനെ കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും ബഹിരാകാശത്തെക്കുറിച്ചും ഒക്കെയുള്ള പുസ്തകങ്ങളാണ് വായിച്ചത്. മത അലിമത്ത് ശാന്ത അൻ ബർനാമജി തദ്രീബിലി റുവാദൽ ഫളാ, ബഹിരാകാശ യാത്രികർക്ക് വേണ്ടിയുള്ള പരിശീലന പരിപാടിയെക്കുറിച്ച് ശാന്ത എപ്പോഴാണ് അറിഞ്ഞത്? എപ്പോഴാണ്? അലിമത്ത് ശാന്ത അൻ ബർനാമജി തദ്രീബി ലി റുവാദൽ ഫളായി ഹീനമാ തദ്റുസു ഫിൽ ജാമിയ, അവൾ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ, അല്ലെ, യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോഴാണ് ശാന്ത ഇതിനെക്കുറിച്ച് അറിഞ്ഞത്. നുനാഖിഷ് വ നുഅബ്ബിറു അൻ ഉംനിയാത്തിന, നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും പറയുകയും ചെയ്യാം. ഒരു കുട്ടി പറയുകയാണ്, അതമന്ന അൻ അക്കൂന തൊയ്യാറത്തൻ, ഞാനൊരു പൈലറ്റ് ആകാൻ ആഗ്രഹിക്കുന്നു. കൈ അത്തജവ്വല ഫി അർജാഇൽ ആലം, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ചുറ്റിക്കറങ്ങാൻ വേണ്ടി. അത്തജവ്വല, ചുറ്റിക്കറങ്ങുക, പറന്ന് നടക്കുക, അല്ലേ. മറ്റൊരു കുട്ടി പറയുകയാണ്, അതമന്ന അൻ അക്കൂന മുദരിസൻ മിസാലിയൻ, ഞാനൊരു മാതൃകാ അധ്യാപകനാകാൻ ആഗ്രഹിക്കുന്നു. വേറെ കുട്ടി എന്ത് പറയുന്നു? ഇവിടെ എഴുതാം, ഡോക്ടറുടെ ചിത്രമാണ് വിചാരിക്കുന്നത്, അല്ലേ. അപ്പോൾ എന്ത് പറയും? അതമന്ന അൻ അക്കൂന തൊബീബൻ, ഞാനൊരു ഡോക്ടറാകാൻ ആഗ്രഹിക്കുന്നു. ഈ കുട്ടി പോലീസാണ് മനസ്സിൽ കാണുന്നത്. അതമന്ന അൻ അക്കൂന ഷുർത്തിയത്തൻ, ഞാനൊരു പോലീസുകാരിയാകാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ എഴുതാം. ഓക്കെ, അടുത്ത തംരീനാത്തുകൾ അടുത്ത വീഡിയോയിൽ പറയാം.